കേരളത്തിൽ എല്ലാ നഗരസഭകളിലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൗൺസിലർമാരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ട് കേരളത്തിൽ വരുന്ന ജനവികാരം പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈ കൗൺസിലർമാരായിട്ടുള്ള ജനപ്രതിനിധികൾ. അതുകൊണ്ട് ജനവികാരം എന്താണെന്ന് പെട്ടെന്ന് അവർക്കാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള വികാരം കേരളത്തിലുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ധാരാളം ആളുകൾ ബി ജെ പിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇനി കേരളത്തിൻ്റെ ശരിയായിട്ടുള്ള മാർഗമെന്ന തിരിച്ചറിവാണ് ഇവരെല്ലാവരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുന്നത്. അവരെല്ലാവരെയും ബി ജെ പി സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും ധാരാളം ആളുകൾ, ധാരാളം നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരം പാർട്ടിയിലേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളം ഒരു മാറ്റത്തിന് തയ്യാറാവുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിനെല്ലാം ബോധ്യമാകുന്നത്. ചെർളായി ഡിവിഷനിലെ ബി ജെ പി കൗൺസിലറായിരുന്ന ശ്യാമളാസ് പ്രഭു യു ഡി എഫ് സ്ഥാനാർത്ഥി അയക്കുന്നുള്ള സൂചനകൾ വരുന്നത്. ബി ജെ പി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എല്ലാവർക്കും അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. ഒന്നുമില്ലാത്ത സന്ദർഭത്തിലും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും പാർട്ടിയോടൊപ്പമായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കുടുംബത്തിലെ പ്രശ്നമായിട്ട് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ പ്രശ്നം പരിഹരിക്കും തീർച്ചയായിട്ടും.